ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഞെട്ടിക്കുന്ന രഹസ്യം അറിഞ്ഞതിൻ്റെ ആഘാതത്തിലാണ് ഞാൻ. നിങ്ങളും ഒരുപക്ഷെ ആ ഒരു വലിയ സത്യം അറിഞ്ഞു കാണും. കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു രഹസ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ ചർച്ച എന്നാണ്. ഈ ഒരു രഹസ്യം പൊതുസമൂഹത്തോടായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മറ്റാരും തന്നെയല്ല, ജസ്ന സലീം എന്ന് പറയുന്ന യുവതിയാണ്. ജസ്നയെ അറിയാത്തവരായിട്ട് ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല. അവരൊരു വലിയ കലാകാരിയാണ് എന്ന് അവർ സ്വയം അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ പടങ്ങൾ വരച്ച് അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ വലിയ ഇമേജൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവർ ഇത്രയും നാൾ അറിഞ്ഞ് വെച്ച മനസ്സിലുള്ള ഒരു രഹസ്യം, ഒരു സ്മൃതി എന്ന് പറയുന്ന ഒരു പാവം യൂട്യൂബർ, ആ യൂട്യൂബറിൻ്റെ ഒരു രഹസ്യമാണ് പുറത്ത് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതാണ്. ജസ്ന മൈഗ്രെയിൻ ആയതുകൊണ്ട്, മൈഗ്രെയിൻ തലവേദന വന്നതുകൊണ്ട് കൊയിലാണ്ടിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു. അവിടെ വെച്ച് യൂട്യൂബർ ആയിരിക്കുന്ന ഒരു പാവം പെൺകുട്ടി, പേര് സ്മൃതി എന്നാണ്. സ്മൃതിയെ അത്യാവശ്യം ചിലർക്കൊക്കെ അറിയാം. അവരൊരു മോശമില്ലാത്ത സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ്. അവർ പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ടക്കാരിയായ ഈ സ്മൃതി ഗർഭിണിയാവുന്നു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ ഗർഭിണിയാകുന്നു. ഈ ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ടി നാട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊന്നും അറിയാതിരിക്കാൻ വേണ്ടി കൊയിലാണ്ടിയിൽ പോയി ഗർഭം അലസിപ്പിക്കുവാൻ ഡോക്ടറെ കാണിക്കാൻ പോകും. ഇത് കണ്ട ജസ്ന കുറേ നാളുകൾക്ക് ശേഷം, മണിക്കൂറുകൾക്കുള്ളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അത് വിളിച്ചു പറയും. ഈ ഒരു രഹസ്യം, ഇത്രയും നാൾ അറിഞ്ഞു വെച്ച, സ്മൃതിയെക്കുറിച്ച് അറിഞ്ഞു വെച്ച രഹസ്യം ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി ജസ്ന പുറത്തേക്ക് വിട്ടു. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യവും കൂടി നമ്മൾ അറിയണം. സ്മൃതിയെക്കുറിച്ച് അറിയാത്തവർക്കായി, അവരൊരു യൂട്യൂബറാണ്. അവരുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ജസ്ന ആരോപിക്കുന്ന വ്യക്തിക്ക്, ഒരു യൂട്യൂബറാണ്, അവരുടെ ഒരു ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ജസ്നയെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ഒരു 3-4 വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കും. അത് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജസ്ന ഇങ്ങനെയൊരു രഹസ്യം ഇപ്പോൾ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു പകപോക്കലാണ്. കാരണം ജസ്നയുടെ ബിസിനസ് തന്ത്രങ്ങൾ, അതായത് ജസ്നയെക്കുറിച്ച് നമുക്കറിയാം, അത്യാവശ്യം കൃഷ്ണൻ്റെ പടങ്ങൾ വരച്ച് ജനങ്ങൾക്കിടയിൽ നല്ല ഒരു ഇമേജ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അതുണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു ചോദ്യമാണ്. എന്നിരുന്നാലും ഇപ്പോൾ ആ ഇമേജൊക്കെ ജനങ്ങൾക്കിടയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരുപാട് കൃഷ്ണ പടങ്ങൾ വരച്ചുകൊണ്ട് വിശ്വാസികളെ മുതലെടുത്ത്, ഇവരുടെ പടങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടിനല്ല ഇവരുടെ പടങ്ങളൊന്നും വിൽക്കപ്പെടുന്നത്. 5000 തൊട്ട് മുകളിലോട്ടുള്ള എമൗണ്ടിലാണ് ഇവരുടെ പടങ്ങൾ വരക്കുന്നത്. ആ പടങ്ങൾ വാങ്ങിക്കുവാൻ ഹിന്ദു മത വിശ്വാസികളായ ഒരുപാട് ആൾക്കാർ, കാരണം നമുക്കറിയാം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി കൃഷ്ണൻ്റെ പടങ്ങൾ വരക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വളരെ ഒരു ആരാധന കൂടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം മുൻനിർത്തി ഇവരെ അങ്ങ് പോപ്പുലർ ആവുകയാണ് ചെയ്തത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ വരച്ച് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ജസ്ന ഇപ്പോൾ ആ പഴയ രീതിയിലല്ല ഉള്ളത്. കാരണം ഇവരുടെ സ്വഭാവ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന ദോഷങ്ങളും, ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങളിലുള്ള അപാകതകൾ, കാരണം ഈ ചിത്രത്തിന് ഇവർ വാങ്ങിക്കുന്ന ക്യാഷിൻ്റെ റേറ്റിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരോട് ചിത്രം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരും പറയുന്നത്. കാരണം സാധാരണ ഒരു 6000 രൂപയുടെ 5000 രൂപയുടെ ചിത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യം അതിനില്ല, ആ പണത്തിനനുസരിച്ചുള്ള മൂല്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവരോട് ചിത്രങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്, ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോത്തിൽ എപ്പോഴും ഒരു ചൈതന്യം ഉണ്ടാവും.
ആ ചൈതന്യം ഒന്നും ഇവരുടെ ഫോട്ടോസിലില്ല. ഒരു വിരൂപിയെ പോലെയാണ് വരച്ചിരിക്കുന്നത് എന്ന് തൊട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഈ ജസ്ന സലീമിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്മൃതിയെ പോലുള്ള ആൾക്കാർ ഇവരുടെ ബിസിനസ് തന്ത്രങ്ങൾ ഇവർ ഓരോ ദിവസവും ഇവരുടെ ചാനൽ വഴി പുറത്ത് ഇടുന്നത്. ഇത് കണ്ട് ഇതിൽ ബിസിനസ് തന്ത്രമാണ്, ഇത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ മുതലെടുക്കുന്ന രീതിയിലുള്ള ഒന്നാണെന്ന് അറിഞ്ഞിട്ട് സ്മൃതിയുടെ ചാനലിൽ ഇവർക്കെതിരെയല്ല, ഇവരുടെ ഈ ബിസിനസ് തന്ത്രത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു വീഡിയോസ് ഇടും. അപ്പോൾ ഇവരെക്കുറിച്ച് തന്നെയുള്ള ഒരു 4-5 വീഡിയോസോളം സ്മൃതി ഇവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ജസ്ന സലീമിനെ ഇങ്ങനെയൊരു കാര്യം പറയുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ആരും തന്നെ വിശ്വസിച്ചിട്ടില്ല. സ്മൃതിയുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ജസ്ന സലീമിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് അവരിട്ടിരിക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ അവരുടെ പേഴ്സണലായിട്ട കാര്യങ്ങളോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും തന്നെ സ്മൃതി പറയുന്നില്ല. വിശ്വാസികളുടെ, അതായത് ഈ പടം ഇങ്ങനെ വരച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസികളെ മുതലെടുക്കുന്ന ഈ ഒരു രീതിയെ മാത്രമാണ് സ്മൃതി എന്ന് പറയുന്ന കുട്ടി ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇവർ ഈ ഒരു കാര്യത്തിൽ, അതായത് തൻ്റെ ബിസിനസ്സിനെ ഈ രീതിയിൽ അപമാനിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്ന ആണ് സ്മൃതി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം സ്മൃതിക്കെതിരെ ഇങ്ങനെയൊരു കള്ളപ്രചാരണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതാരും തന്നെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വസ്തുത. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ ജസ്നയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി സ്മൃതി നിയമത്തിൻ്റെ രീതിയിൽ അവരുടെ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ജസ്നയെ വിളിക്കുകയും ജസ്ന പറഞ്ഞ വോയിസ് അടക്കം തിരിച്ച് ജസ്ന, അതായത് ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ഈ സംസാരത്തിനൊടുവിൽ ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് സ്മൃതി ആവശ്യപ്പെടുന്നത് നമുക്ക് സ്മൃതിയുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വിട്ട വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ അതിന് തിരിച്ച് ജസ്ന പറയുന്ന മറുപടി, എന്നെ ഇങ്ങനെ നിരന്തരം അപമാനിക്കുമ്പോൾ ആ അപമാനം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഒരു കാരണവശാലും ഞാനിത് ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്നെക്കുറിച്ച് കുട്ടി പറയുന്ന ഈ വീഡിയോസ് എല്ലാം പ്രൈവറ്റ് ആക്കി വെക്കണം എന്നുള്ള ഒരു കാര്യമാണ് ജസ്ന പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ വീഡിയോ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് നമുക്ക് സ്മൃതിയുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസിലൂടെ കാണാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പകപോക്കലാണ് എന്ന് ആ ഒരു വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിരുന്നാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. കാരണം ഇവളെ പോലുള്ള ആൾക്കാർ പറയുന്ന നുണപ്രചരണങ്ങൾ ആരും തന്നെ വിശ്വസിച്ചിട്ടില്ല. സ്മൃതിയെ പോലുള്ള ആൾക്കാരുടെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും വായ അടപ്പിക്കാനാകും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവളെ പോലുള്ള ആൾക്കാർക്കുള്ളത്. അപ്പോൾ ജസ്ന സലീം വരച്ച അല്ലെങ്കിൽ കുഴിച്ച കുണ്ടിൽ ജസ്ന തന്നെ വീണിരിക്കുന്നു. ജസ്നയുടെ കള്ളങ്ങൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു. ഇപ്പോഴെല്ലാവരും സ്മൃതിക്ക് ഫുൾ സപ്പോർട്ടായിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉള്ള വ്യക്തികളുടെ അടുത്ത് നിന്ന് വിശ്വാസികളായ ഒരാളും ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോസൊന്നും വാങ്ങിക്കാതിരിക്കുക. കാരണം ഭഗവാനെ വരയ്ക്കുന്ന മനസ്സുകൾക്ക് ഉള്ളിൽ ഇത്തരം വിഷങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഈ രീതിയിലുള്ള ചിന്താഗതികളോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊരു യഥാർത്ഥ ഭക്തയല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഇവളിപ്പോൾ ഭഗവാന്റെ ഫോട്ടോ വരച്ചുകൊണ്ടാണ് നല്ല ഒരു ഇമേജിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഇവളുടെ സ്വഭാവ ശുദ്ധി എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് ഇപ്പോൾ പഴയതുപോലെ നടക്കുന്നില്ല. അപ്പോൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല തന്ത്രങ്ങളുമായിട്ട് ഇവൾ ഇറങ്ങുന്നു. ഇത് നമ്മളെപ്പോലുള്ള ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അതിലുള്ള എന്താ പറയുക, ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ അത് റിയാക്ഷൻ വീഡിയോസായിട്ട് ഇടും, അതിനെ വിമർശിക്കും. അങ്ങനെ വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഇനിയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവളെപ്പോലുള്ള ആൾക്കാരുകൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്ത ഇരുന്ന ജനങ്ങൾക്കാണ് ഏറ്റവും നല്ല ഒരു കയ്യടി കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും സ്മൃതി സങ്കടപ്പെടേണ്ടതില്ല. ഇനിയും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. എല്ലാ യൂട്യൂബേഴ്സും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട്.
കാരണം സ്മൃതിയുടെ അവരുടെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ അച്ചടക്കം, അതുപോലെ തന്നെ അവരുടെ ഭാഷാശൈലി, അവർ ചെയ്യുന്ന വീഡിയോസ് ഏത് തരത്തിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് സ്മൃതിയെക്കുറിച്ച് അറിയാൻ അത് തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ ജസ്ന സലീമിൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാലും അവരാരാണെന്നുള്ള കാര്യം അവരുടെ വീഡിയോസിലൂടെ, അവരുടെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും സ്മൃതിയെക്കുറിച്ച് ആരും തന്നെ ഈ ഒരു കാര്യം പിന്നെ സത്യമാണെന്ന് കരുതിയിട്ടില്ല. അതുകൊണ്ട് സ്മൃതിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ജനങ്ങളും നൽകുകയാണ് വേണ്ടത്. അപ്പോൾ സ്മൃതി തന്നെ പറയുന്നുണ്ട്, ഞാൻ യാതൊരു കാരണവശാലും ഈ ഒരു വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെ പേടിച്ചിട്ടാണ് എന്നുള്ള ഒരു കാര്യത്തിലോട്ട് കടക്കും. ഒരു കാരണവശാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോസ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യില്ല എന്ന് അവരുടെ വീഡിയോകളിൽ പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് പൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊള്ളുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും വീഡിയോസായി മുന്നോട്ട് പോവുക. ജസ്ന സലീമിനെ കുറിച്ച് ഇനിയും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യുമെന്നാണ് സ്മൃതി പറയുന്നത്. അങ്ങനെ തന്നെ ആവുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാം. അത് ആരുടെയും വ്യക്തിഹത്യയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപമാനിക്കുന്നതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ വിമർശിക്കാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊള്ളുന്നു. നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ജസ്ന ആരാണെന്നും അതുപോലെ തന്നെ സ്മൃതി ആരാണെന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസുമായി ഇനി വീണ്ടും വരുന്നത് വരെ ടാറ്റ.